ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ക്രിസ്മസിൻ്റെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കാണാത്ത ആൾക്കാർ നമ്മൾ ഇതിന് മുമ്പിലത്തുള്ള വ്ളോഗ് കൂടി പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു കൊറിയർ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കൊറിയർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത്ര നേരമായിട്ട് കാണാമല്ലോ. ഇപ്പം എത്തും ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അല്ലേ? അതെ, കുറച്ച് നേരം ഈ കൊറിയർ നോക്കി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റോണോനെ കുറേ നേരം തടകി ഉറക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ സൈഡിലൊന്ന് ആഡ് ചെയ്ത് വെച്ചാൽ കേട്ടോ. റോണോന് പാട്ട് പാടി കൊടുത്താലും കൊച്ചു ഉറങ്ങുള്ളൂ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേക്കാം. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കണേ, അപ്പോഴാണ് കൊറിയർ വരണമെന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോസ് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഷോർട്ട് വീഡിയോ നമ്മുടെ ഫൺ വീഡിയോ അപ്പോൾ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ചെന്നൈ നോക്കിയിരിക്കണേണ്. അപ്പോൾ കുറച്ച് നേരം അവർ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയൊക്കെ ഒന്നല്ല ഒരു 10 അരമണിക്കൂറൊക്കെ എടുക്കോട്ടെ. ഞാൻ അയാളോട് പറഞ്ഞു കുറച്ച് നേരം അവത്ത് പോയിരുന്നിട്ട് വരാം. ഇപ്പം തന്നെ വരും, ഇപ്പം തന്നെ എന്നെ ഇപ്പോൾ വിളിച്ചെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കണേട്ടാ. പിന്നെന്താണ് ഇന്നത്തെ സ്പെഷ്യല് എന്താണ് ചെയ്യും? രാവിലെ സ്പെഷ്യൽ ഇടിയപ്പം, നല്ല മുട്ടക്കറിയൊക്കെ, നല്ല സ്പെഷ്യൽ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. അതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല, അതിനെപ്പറ്റി ചോദിക്കാൻ. എനിക്കിഷ്ടമാണ്. സാധാരണ ഉണ്ടാക്കണതിൻ്റെ ഒരു ഇച്ചിരി വ്യത്യാസം ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ? നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്, ഒന്നും പറയണ്ട. നല്ല സൂപ്പർ മുട്ടക്കറി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റണം. കുറച്ചുകൂടി പൊക്കം എന്നോട് കണ്ടതേ. ഞങ്ങൾ ട്രൈപോഡ് ഇവിടെ വെച്ചായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ റോണോനെ കണ്ടത് ഇപ്പോൾ അവിടെ കൊണ്ട് കെട്ടിയെടുത്തേക്കണേ, ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. കോള് വരുന്നുണ്ട്, നമുക്ക് ചേട്ടാ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കൊറിയർ വന്ന് ഞാൻ പൊട്ടിച്ചത് കത്രിക ഞാൻ മാറ്റി വെച്ചു. ഇനി കത്രിക കണ്ടിട്ട് പോത്രയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യും. അപ്പോൾ കൊറിയർ കിട്ടാൻ ഇച്ചിരി പാടാണ്. നല്ല അടിപൊളിയായിട്ടാണ് അവർ പാക്കിങ് അല്ല, ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിലും ഇല്ലേ നല്ല വലിയ ബോക്സിൽ നല്ല സേഫ്റ്റി ആയിട്ടാണ് പാക്ക് ചെയ്ത് കാര്യങ്ങൾ അവർ അയക്കണം. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ എടുത്തത്. അപ്പം ഞാൻ എവർട്ടീൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ അതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. കേട്ടോ എങ്ങനെയുണ്ട് ഈ സംഭവം? ഞാൻ ഇതിക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചിട്ട് വളരെ നല്ലതാണ്. കാരണം നമുക്ക് നമ്മളെപ്പോഴും ഇത് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ രോമവും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസറൊക്കെ ഉപയോഗിച്ചൊക്കെ കളയുമ്പോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ ചിലവർക്ക് തടിപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ഉപയോഗിച്ച ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ മറ്റേ റേസറില്ലേ, റേസർ ഉപയോഗിച്ച് ചെയ്യുമായിരുന്നു. അപ്പം അത് ചിലപ്പോൾ നമുക്ക് രോമക്കുത്തൊക്കെ പഴുക്കാൻ ചാൻസ് അത് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പം എനിക്കങ്ങനെ രോമക്കുത്തൊക്കെ പഴുത്തിട്ടുണ്ട് ഇതിക്ക് മുന്നിൽ അല്ലേ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ റൈസർ വെച്ച് നമ്മളിങ്ങനെ വടിച്ചെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഡ്രിമ്മർ വെച്ച് ഉരച്ചെടുക്കുമ്പോഴും രോമക്കുത്ത് കൂടി ചിലത് ഇങ്ങനെ പറഞ്ഞു പോരും. മറ്റേത് ഇങ്ങനെ അതിൻ്റെ സ്കിന്നിൻ്റെ ഒപ്പം ഇങ്ങനെ വെട്ടി പോലല്ലാതെ നമ്മളിങ്ങനെ ഉരക്കുമ്പോൾ ചിലപ്പോൾ രോമം കൂടി ഇങ്ങനെ പറഞ്ഞു വേരപ്പടി കൂടി അത് ഇങ്ങനെ പറഞ്ഞു പോരും. അപ്പം നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് കാര്യങ്ങൾ ചെറിയൊരു കുരുവായിട്ട് വന്ന് അത് വീർത്ത് കല്ലച്ച് അത് പഴുപ്പ് പോലെ വരും, പഴുപ്പായിട്ട് വരും. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ എവർട്ടീനിൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറയില്ലേ ചൊറിച്ചിലോ കാര്യങ്ങളോ പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ല്, അങ്ങനത്തെ വൃത്തികെട്ട സ്മെല്ലും ഇതൊന്നും അല്ല, നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇതിന്. പിന്നെ ചിലവർക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്ക് ബ്ലാക്ക് കളറിലാക്കിയിട്ടൊക്കെ വരും നമ്മളിത് ക്ലീൻ ചെയ്ത്, അതായത് രോമമൊക്കെ കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇനിയില്ല, ഡാർക്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. നല്ല പിന്നെ അതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് വരും നമ്മുടെ സ്കിൻ കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ഇത് വരുന്നുണ്ട് കേട്ടോ. ഓപ്പണാക്കി കാണിച്ചു തരാം. ചെറിയൊരു ഇങ്ങനത്തെ 2 വരുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയ ടാബ്ലറ്റ് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് ടാബ്ലറ്റ് അല്ല, ഇത് നമുക്ക് ടിഷ്യൂ ആണ്. അതായത് നമ്മൾ ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ വീർത്ത് വരും. അപ്പം തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ രോമങ്ങളെല്ലാം നമുക്ക് കൈ അതായത് നമ്മുടെ അണ്ടർആംസിലെ രോമങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ അതായത് നമ്മളത് ചെറിയ ടാബ്ലറ്റ് പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നേരെ വെള്ളത്തിലോട്ട് ഇടാട്ടാ. അല്ലാതെ ജസ്റ്റ് വീർത്ത് വരുന്നതണ്ട. ഇത് ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ കൊണ്ടുപോയി കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. ചിലവർ ഇങ്ങനെയുള്ളതൊക്കെ ബ്യൂട്ടി പാർലറിൽ വരെ പോയി കളയുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള
മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീട്ടിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫസ്റ്റ് കൈയുടെ ഈ ഭാഗം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിലാവുന്ന അതേ നല്ല രോമങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് കളയണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബിക്കിനി ഏരിയയിലും പിന്നെ നമ്മുടെ അണ്ടർ ആംസിലും എല്ലാം നമുക്ക് നല്ല ഇതായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് നല്ലപോലെ രോമം കളയാൻ പറ്റിയൊരു ഇതാണ്. അതെ, ആവശ്യത്തിനുള്ളത് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കും. അതെ, എന്നിട്ട് നമ്മുടെ ഇവിടെ കൈ, അത് ഞാൻ കയ്യിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അതെ, ഇത്രയും ഏരിയയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇത് കളയണം എങ്ങനെയാണെന്ന് കാണിച്ചാൽ. എവർടീൻ്റെ ഇത് 100% നാച്ചുറലാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞത് വെറുതെ അത്ര നമുക്ക് നീരൊലിച്ച് പോകണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അല്ലേ. അതെ, ഞാൻ ആദ്യം തന്നെ ഇല്ലേ നമ്മളുടെ ഈ ഒരു ഇത് വെള്ളം ഇച്ചിരി ഇതാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രഷിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ക്രീം ഉപയോഗിച്ചത്. അതിൻ്റെ ഈ മറുഭാഗം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ കേട്ടാ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ആ രോമങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബിക്കിനി ഏരിയയിൽ നമുക്ക് ഇത് നല്ലപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പുറത്ത് പോയിട്ട് യൂസ് ചെയ്യണ ആ ഒരു ഇത് ചിലവർ നമ്മൾ വാക്സ് ചെയ്യണം, നമ്മുടെ കയ്യിലും കാലിലും രോമം കളയണ വാക്സ് ചെയ്യണ ക്രീമും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അണ്ടർ ആംസിലൊക്കെ കളയണ വേറെ ക്രീമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ബിക്കിനി ഏരിയയിൽ ചെയ്തിട്ട് ചിലവർക്ക് അലർജി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇതിനങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം, ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ രോമങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ ഇതിനകത്ത് ക്ലീനായിട്ട് കിട്ടും. അപ്പം ഞാൻ ആ തേച്ച ഭാഗത്ത് മൊത്തം നല്ലപോലെ ക്ലീനായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ കേട്ടോ. നല്ല സ്മൂത്തും ആയിട്ടുണ്ട്, പിന്നെ സോഫ്റ്റും ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഞാനൊന്ന് ജസ്റ്റ് തുടച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതേ എൻ്റെ കൈയുടെ ഇങ്ങനെ നോക്കി കണ്ടോ, നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഫീലിംഗ് ആണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ എവർടീനിൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ ഒന്നുകൂടി പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് ചീത്ത സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ല. പിന്നെ 100% നാച്ചുറലാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തടിപ്പ് പിന്നെ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ റേസറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൊട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിനും പരിഹാരമാണ് നമുക്ക് എവർടീൻ്റെ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വെബ്സൈറ്റിലെല്ലാം അവൈലബിൾ ആണ് എവർടീൻ്റെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതിനകത്താണോ ആണോ നിങ്ങൾക്ക് വാങ്ങാൻ അനുയോജ്യം അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.